പിന്നെ ചണ്ടി എന്ന് ചെയ്യാം പശുക്കൾക്ക് 15 കൊല്ലായി അല്ലേ? അങ്ങനെ കച്ചവടം കുഴപ്പമില്ലാണ്ട് പോകണം അല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ എവിടെ ജോലി ചെയ്ത്? ഗൾഫിലാണ് അല്ലേ? അവിടെ തന്നെ പണി? പോലെ ലഭ്യത കുറവാ അല്ലേ? അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വേണം അല്ലേ? ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ എവിടത്തേക്കാണ് പോകുന്നത് പറഞ്ഞാൽ നല്ല കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ്. നല്ല ചൂടാണ്. അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്നത് നല്ലതിനാണ്. നേരെ ഇത് കാണുന്നത് നമ്മുടെ ബാങ്കാണ്. അത് കഴിഞ്ഞ മാധവി കോംപ്ലക്സാണ്. ഈ മാധവി കോംപ്ലക്സ് ഒന്നും കഴിഞ്ഞ് ഞാൻ ലേശം തെക്ക് ഭാഗത്തേക്ക് നടക്കണം. തെക്ക് ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രമദം മൊബൈൽ സർവീസ് ഉണ്ട് ഇടത്ത് വശത്തായിട്ട്. അവിടത്തേക്ക് ഞാൻ പോകും. ഇത് നമ്മൾ മാധവി കോംപ്ലക്സ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് നമ്മൾ പ്രമദം മൊബൈൽ സർവീസിനിടയ്ക്ക് എത്തി. അവിടുന്ന് 1, 2, 3, 4ാമത്തെ കടയാണ് നമ്മുടെ ജ്യൂസ് കട. നമ്മുടെ മുസ്തക്കേൻ്റെ ജ്യൂസ് കട. ഇവിടെ മുസ്തക്ക ഇവിടെ ഉണ്ടാകും, പുറത്ത് നിൽക്കുന്നുണ്ട്. മുസ്തക്ക ഇതാണ് മുസ്തക്ക. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്കാണ്. ഇവിടെ അകത്ത് കയറി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കരിമ്പിൻ ജ്യൂസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് വിലിങ്ങനെ ഇട്ട്. അപ്പോൾ മുസ്തക്ക ജ്യൂസ് തയ്യാറാക്കുന്ന പരിപാടിയാണ്. അകത്ത് 2-3 ആൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ 3-4 കുട്ടികൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാൽ നല്ല വൃത്തിമെടുപ്പാണ്. സാധാരണ കരിമ്പ് ജ്യൂസ് കടകളിൽ പോയി അവിടെ ചുറ്റും ഈച്ചകളൊക്കെ പാർക്കില്ല. ഇവിടെ ഒരു ഈച്ചകനെ പോലും കാണാൻ വേണ്ടി കഴിയില്ല. ഇതിന് ഇത് മറ്റ് കീടനാശിനിയും മറ്റേ ഇതൊന്നും അടിച്ചല്ല. ഇതിൻ്റെ മുകളിൽ ശക്തിയായി ഫാൻ കറങ്ങുന്നുണ്ട്. ഇവിടെ ഈച്ചകൾക്ക് വന്ന് നിൽക്കാൻ വേണ്ടി കഴിയാത്ത സംവിധാനം ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ കരിമ്പ് ജ്യൂസ് കഴിക്കാൻ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടും. നമുക്ക് കരിമ്പ് ജ്യൂസ് എടുക്കുന്നുണ്ട്. ഇവിടെ ചിഞ്ചർ, കാന്താരി, ലെമൺ അങ്ങനെ വ്യത്യസ്ത ടേസ്റ്റുകളിലെ കരിമ്പ് ജ്യൂസ് ഉണ്ട്. വേനൽക്കാലം കരിമ്പ് സീസൺ അല്ലാത്തതുകൊണ്ട് കരിമ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒന്നാമത് കരിമ്പിന് നീരും കുറവായിരിക്കും. പക്ഷേ അതുകൊണ്ട് ടേസ്റ്റ് കൂടാനാണ് സാധ്യത. കരിമ്പ് ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണപുരം വരികയാണെങ്കിൽ നമ്മൾ സ്റ്റേഷൻ റോഡിൽ നിന്ന് കുറച്ച് തെക്ക് ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പ്രമദം കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞാൽ അതിൽ 4ാമത്തെ കടയാണ് ഈ മുസ്തക്കേൻ്റെ ജ്യൂസ് കട. ഇവിടുന്ന് കരിമ്പ് ജ്യൂസ് കഴിക്കുക. ഇത്രയും നല്ല കരിമ്പ് ജ്യൂസ് മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. വളരെ വൃത്തിയും വെളുപ്പാണ്. കരിമ്പ് ജ്യൂസ് കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം കൂടി ആവട്ടെ. കരിമ്പ് നല്ല ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് ഇത് ഈ മെഷീനിലേക്ക് കടത്തുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഒരു ക്യാനിൽ കരിമ്പ് കഴുകി ചെത്തി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി പിന്നെ കാന്താരി മുളക് അങ്ങനെ ടേസ്റ്റ് വേണമെന്നവർക്ക് അത് നമ്മൾ കരിമ്പിൻ ജ്യൂസിലേക്ക് ഇടുമെന്നല്ലേ ചെയ്യുക. അത് തന്നെ ഈ ജ്യൂസ് മെഷീനിൽ തന്നെ ഈ കരിമ്പിനിടയിൽ തിരികിയിട്ട് അതിൻ്റെ സത്തിങ് എടുക്കുക ചെയ്യുക. നല്ല ടേസ്റ്റാണ് അത് കാണാൻ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇത് അഡീഷണൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കരിമ്പ് ജ്യൂസ് കഴിക്കാം. കന്നാസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ ക്യാനിൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കരിമ്പ് ജ്യൂസ് എടുക്കുന്നത് കാണാം. ഗ്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരാൾ കൂടി ഉണ്ട്. അവർ കാണാൻ ഇപ്പോൾ മുസ്തക ഇഞ്ചി ഈ കരിമ്പിനിടയിൽ തിരികെ വെച്ചു. ഈ ഇഞ്ചിൻ്റെ സ്വാദുള്ള കരിമ്പ് ജ്യൂസ് വേണമെന്ന് ഇപ്പോൾ 2-3 ചെറുപ്പക്കാർ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഞ്ചി ചേർത്ത് കരിമ്പ് ജ്യൂസ് എടുക്കുന്നു. പിന്നെ കാന്താരിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ലെമണിൻ്റെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രുചികളിലൂടെ കരിമ്പ് ജ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തായാലും ഒന്ന് കയറണം. ഇവിടെ ഈ ഏരിയയിൽ മറ്റെവിടെയും കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ജ്യൂസ് സെൻ്റർ ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റേഷൻ റോഡിൽ നിന്ന് ഇവിടെ ഒരു എളുപ്പം കൂടെ പറയാം. ഇവിടെ നേരെ ഓപ്പോസിറ്റ് നന്ദ് ഹോട്ടൽ എന്നുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്.
അത് നേരെ ഓപ്പോസിറ്റ് കിഴക്ക് വശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ജ്യൂസ് എടുക്കുന്നത് മറ്റും നമുക്ക് കാണാം. എനിക്ക് വേണമെന്നില്ല, ഇത് സഹായിക്കാനായിട്ട് ഫാമിലി ഒരാളും കൂടെ ഉണ്ട്. ഇത്ത ജ്യൂസ് പറഞ്ഞ് ഇവിടെ മുന്നിലവർക്ക് കൊടുക്കുന്നു. കുട്ടികളൊക്കെ ജ്യൂസ് കഴിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 2-3 ആൾ ഇരുന്നിട്ടുണ്ട്. ജ്യൂസിന് ആൾക്കാർ വന്ന് തുടങ്ങി. തുടർച്ചയായിട്ട് ജ്യൂസിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. കരിമ്പ് ഇപ്പോഴത്തേന് തീരാൻ സാധ്യത. അപ്പോൾ ഗെയ്സ്, നിങ്ങൾ ഇവിടെ കണ്ണപുരം വരികയാണെങ്കിൽ ഇവിടെ മുസ്തുക്കിൻ്റെ കരിമ്പ് ജ്യൂസ് കട മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല ഫ്രഷ് ജ്യൂസ് കഴിക്കാം. അടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, ഇത് കട്ട് ചെയ്ത് പോകും. ആൾ വരുന്നതിന് കണക്കാര് ജ്യൂസ് അന്നേരം തയ്യാറാക്കി കൊടുക്കണം. ഇത് ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല. അവിടെ നിങ്ങളെ മുന്നിൽ നിന്ന് ജ്യൂസ് തയ്യാറാക്കി അടിച്ചു തരും. ഫ്രഷ് ജ്യൂസ് കണ്ണപുരം മുന്നേ കഴിക്കാൻ വളരെ നീറ്റാണ്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇവിടുന്ന് ജ്യൂസ് കഴിക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നതാണോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്താൽ ഉപകാരമാണ്. എൻ്റെ പഞ്ചിക്കൽ സുരേന്ദ്രൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സുരേന്ദ്രൻ പഞ്ചിക്കൽസ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. 2 ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മുസ്തക്ക് തന്നെ 2 വാക്ക് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഇവിടെ നീരയുണ്ടായിരുന്നു, അതിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാം. കൊഞ്ചുമല്ലേ അല്ലേ? അങ്ങനെ കച്ചവടം കുഴപ്പമില്ലാണ്ട് പോകാം അല്ലേ? ആ, അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ എന്നാ ജോലി ചെയ്തിരുന്നത്? ഗൾഫിലാണ് അല്ലേ? അവിടെ തന്നെ പണി? ആ, പോലെ. ഇപ്പോൾ എന്നാ കരിമ്പ് കിട്ടാൻ വേണ്ടി കുറവുണ്ട്, ലഭ്യത കുറവാണ് അല്ലേ? ആ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വേണം അല്ലേ? ആൾക്കാർ വരുന്നുണ്ട് അന്വേഷിച്ച്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അല്ലേ? ഇരുന്ന് സൗകര്യമുണ്ട്. പിന്നെ മുമ്പ് നീര വിറ്റിനായിരുന്നു അല്ലേ? നീര ആ, അതെന്താ ഇപ്പം നമുക്ക് അതുകൊണ്ടാണല്ലേ? ആ, അതിൻ്റെ ബോർഡുകളെ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ കരിമ്പിന് ചണ്ടി എന്ന് ചെയ്യാം പശുക്കൾക്ക് നല്ല ആഹാരം അല്ലേ? നല്ല പാല് കിട്ടുന്നവരല്ലേ?